ബന്ധം കൂടി. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. മുത്തശ്ശ. സത്യ മുത്തശ്ശനെ തട്ടി വിളിച്ചു. ഇപ്പോൾ കുറച്ചായി വല്ലാത്ത അവശതയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ പലതവണ മാർത്താണ്ഡൻ ഡോക്ടർ പറഞ്ഞുവെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചിരിക്കും. സത്യ തന്നെ മുത്തശ്ശനെ താങ്ങിയിരുത്തി കുഞ്ഞിനെയും കൊണ്ട് നന്ദു റൂമിലേക്ക് വന്നു. അല്ലെങ്കിൽ മുത്തശ്ശൻ കണ്ണിൽ പെടാതെ നടക്കുന്ന ആളാണ്. ഇന്ന് വലിയ സ്നേഹത്തിലാണ്. അതിൻ്റെ കാരണം അറിയാവുന്നത് കൊണ്ട് നന്ദു ചിരിച്ചു. അത് കണ്ട് സത്യ അവളെ നോക്കി കണ്ണുരുട്ടി. കുളമാക്കല്ലേ മോളെ, ഞാനൊന്ന് സെറ്റാക്കിക്കൊള്ളട്ടെ പ്ലീസ്. അവളെ നോക്കി പതിയെ പറഞ്ഞപ്പോൾ കള്ള ചിരിച്ചിരിച്ച് അവിടെ നിന്ന് മാറിപ്പോയി പെണ്ണ്. മുത്തശ്ശനെ എഴുന്നേൽപ്പിച്ച് ചാരിയിരുത്തി പില്ലോ ചേർത്തിരുത്തി സത്യ. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ഞാൻ മോളോട് ചോദിക്കുകയും ചെയ്തു, നീ രാജ്യം വിട്ടു പോയോ എന്ന്. അങ്ങനെ ഒന്നുമില്ല മുത്തശ്ശ, ബിസിനസ് കാര്യങ്ങളുമായി ഓരോ ഓട്ടത്തിലായിരുന്നു. മിക്കപ്പോഴും ഞാൻ വരുമ്പോഴും മുത്തശ്ശ ഉറക്കമാവും. എനിക്കറിയാമെടാ നിന്റെ തിരക്ക്, എങ്കിലും ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇതെന്തോ കാരണമുണ്ടല്ലോ, ഇല്ലെങ്കിൽ നീ ഈ നേരത്തെ സ്ഥലം വിടേണ്ടതാണ്. ഈ മുത്തശ്ശൻ്റെ ഒരു കാര്യം എന്തുണ്ടെങ്കിലും കണ്ടുപിടിച്ചോളും. ഞാനൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് മുത്തശ്ശനെ വെയിറ്റ് ചെയ്ത് നിന്നത്. സാരംഗിനെ ഇങ്ങനെ വിട്ടാൽ മതിയോ? അതെന്താടാ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം? അവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ, പിന്നെ അതിന് വല്ല മാറ്റവും വന്നോ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്നത് ശരി തന്നെ, പക്ഷെ നമ്മൾ വിവാഹത്തെക്കുറിച്ച് കാര്യമായി ഇപ്പോഴും തീരുമാനമെടുത്തില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് നോക്കി നമുക്കതങ്ങ് നടത്താം മുത്തശ്ശ. ആ കൊച്ചിപ്പോഴും ആരോരും ഇല്ലാത്തവളെ പോലെ ഒറ്റയ്ക്കല്ലേ കഴിയുന്നത്. പുറമേ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവനത് വല്ലാത്ത സങ്കടമുണ്ട്. നമുക്കതങ്ങ് നടത്താം മുത്തശ്ശ. ഞാൻ അത്രയും ഒന്നും ചിന്തിച്ചില്ല സത്യ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ ഫാദറിനെ വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ചടങ്ങ് അങ്ങ് നടത്താം. മുത്തശ്ശനെങ്കിൽ ഇന്ന് തന്നെ ഫാദറിനെ വിളിച്ച് സംസാരിക്കുക. കാര്യങ്ങളെല്ലാം ഒരു കരയ്ക്ക് എത്തിക്കണം. ഇനിയും നമുക്ക് വച്ച് താമസിപ്പിക്കേണ്ട. അനുവിനെ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ആദ്യം ഫാദറുമായി ഒന്ന് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അതുപോരെ? സത്യ മുത്തശ്ശൻ്റെ റൂമിൽ കയറിയത് മുതൽ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സാരംഗ്. അവൻ കൂളായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സാരംഗ് സത്യയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ സത്യ അവനെ മൈൻഡ് പോലും ചെയ്യാതെ സെറ്റിയിലേക്ക് കിടന്നു. സാരംഗ് അടുത്തേക്ക് വന്നിരുന്നു. ഡാ, മുത്തശ്ശൻ എന്ത് പറഞ്ഞു? സത്യയുടെ കാൽവിരൽ ഞൊട്ടയൊടിച്ചു വിട്ടുകൊണ്ട് സാരംഗ് ചോദിച്ചു. സത്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഓ, അതിനിപ്പോൾ ഒന്നും നടക്കില്ലടാ, നീ അതങ്ങ് മറന്നേക്ക്. മുത്തശ്ശൻ എന്തോ താല്പര്യക്കുറവ്. അങ്ങനെ പറയാനാണ് സത്യയ്ക്ക് തോന്നിയത്. സാരംഗിൻ്റെ മുഖം വല്ലാതെയായി. അതെന്താ, മുത്തശ്ശൻ എല്ലാം സമ്മതിച്ചതല്ലേ, പിന്നെന്താ? അതൊന്നും എനിക്കറിയില്ല, നീ എന്താണെന്ന് വെച്ചാൽ പോയി ചോദിക്ക്. ഇല്ലടാ, ഞാൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. അവളൊരു അനാഥയായതുകൊണ്ടായിരിക്കും. സാരമില്ല, അവൾക്കിടമില്ലാത്തടത്ത് ഞാൻ നിൽക്കുന്നില്ല. കാശും പണവും പ്രതാപവും വെച്ച് നോക്കുമ്പോൾ ഈശ്വരമംഗലം തറവാട്ടുകാരോടൊപ്പം നിൽക്കാൻ ഒരു അനാഥയ്ക്ക് കഴിയില്ല. എന്തായാലും നേരത്തെ പറഞ്ഞ നന്നായി. സാരംഗ് അത്രയും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. സത്യയ്ക്ക് വല്ലാതെ ഷോക്കായിപ്പോയി. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും അവനത് വല്ലാത്ത വിഷമമായി എന്നോർത്തപ്പോൾ സത്യ വേഗ സാരംഗിൻ്റെ പിന്നാലെ പോയി. സാരംഗ് കയ്യിൽ കിട്ടിയ കുറച്ച് ഡ്രസ്സ് ബാഗിലാക്കി റൂമിന് വെളിയിലേക്ക് വരുമ്പോഴാണ് സത്യ അവിടേക്ക് വന്നത്. നീ ഇത് എവിടേക്കാടാ ബാഗുമായി? സാരംഗിനെ കണ്ട് അന്തം വിട്ടായിരുന്നു സത്യ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് ശല്യമാവാതെ ഞാൻ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി. എന്തായാലും എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. സത്യ സാരംഗിൻ്റെ കൈപിടിച്ച് നിർത്തി. നീ ഇത് എന്ത് അവിവേകമാണ് കാണിക്കുന്നത്? എടാ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. മുത്തശ്ശൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചതല്ലേ. ഫാദറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞു. ഞാൻ നിന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് കേട്ടാണ് സാറിൻ്റെ പുറപ്പാടെങ്കിൽ വേണ്ട. കൊള്ളാം, ഈശ്വരമംഗലത്തുകാരെക്കുറിച്ച് നിൻ്റെ ധാരണ ഇതായിരുന്നല്ലേ. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാതായി സത്യ, അതാണ്. കൊള്ളാമടാ, നീ ഞങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിൽ വല്ലാതെ പരാജയപ്പെട്ടു പോയി. പറഞ്ഞിട്ട് സത്യ അകത്തേക്ക് കയറിപ്പോയി. സാരംഗ് ഒന്നും മിണ്ടാനാവാതെ നിന്നു. മുത്തശ്ശൻ ഫാദറിനെ വിളിച്ചു. എല്ലാം നമ്മൾ തീരുമാനിച്ചതാണെങ്കിലും ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് കരുതി. ഞങ്ങൾക്കൊന്നും വേണ്ട ഫാദർ, മോളെ മാത്രം മതി. ഉടനെ ഒരു മുഹൂർത്തം നോക്കാം. ചടങ്ങുകൾ എങ്ങനെ വേണമെന്ന് ഫാദർ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എന്ത് സ്വീകാര്യമാണ്. ഒരു തരി പൊന്നോ പണമോ ഞങ്ങൾക്ക് വേണ്ട ഫാദർ. എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിനുള്ള വകയൊക്കെ ഇപ്പോൾ ഈശ്വരമംഗലത്തുണ്ട്. സത്യയുടെ ഒപ്പം നിന്ന് സാരംഗും കൂടിയാണ് എല്ലാം കെട്ടിപ്പൊക്കിയത്. നിങ്ങളുടെ നല്ല മനസ്സിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാം നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. മുത്തശ്ശൻ തന്നെ കാര്യങ്ങളെല്ലാം വരെ അറിയിച്ചു. ഈശ്വരമംഗലം വീണ്ടും ഒരു വിവാഹത്തിനൊരുങ്ങി. സാരംഗും സത്യയും അമ്മമാരും നന്ദുവും അനുവിനെയും കൂട്ടിയാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്.
ഒരു കാര്യങ്ങളിലും അവൾക്ക് സ്വന്തമായ അഭിപ്രായമില്ലായിരുന്നു. എല്ലാം അവരുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ നന്ദുവും അമ്മമാരും അത് കേൾക്കാൻ തയ്യാറായില്ല. എല്ലാത്തിനും നിർബന്ധിച്ചു. അനുവിൻ്റെ അഭിപ്രായം ചോദിച്ചു. അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് തന്നെ അവർ കൊടുത്തു. ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാണ് ഓർണമെൻറ്റ്സ് എടുക്കാൻ പോയത്. അവൾക്ക് ആവശ്യത്തിനുള്ള ഗോൾഡ് അമ്മമാരും നന്ദുവും ചേർന്ന് സെലക്ട് ചെയ്തു. ഉപ്പിട്ട ഒരു ചെക്ക് ലീഫ് അവർക്ക് നേരെ വച്ച് നീട്ടിയെങ്കിലും അവരാരും അത് വാങ്ങിയില്ല. അമ്മേ പ്ലീസ്, ഇത്രയും എമൗണ്ട് ആകുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതൊക്കെ എൻ്റെ സേവിങ്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് മോളുടെ കയ്യിൽ വെച്ച് മതിയെന്ന് പറയുന്നത്. ഞങ്ങളുടെ മോൾക്ക് സ്വർണ്ണം എടുക്കാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. അവൾക്കത് കേട്ട് സന്തോഷം തോന്നി. എല്ലാവരും കൂടി സ്നേഹിച്ച് അവളെ തോൽപ്പിച്ചിരുന്നു. ആരുമില്ല എന്നുള്ള ചെറിയ തോന്നലിന് പോലും ഇടം കൊടുക്കാതെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ കണക്കായി നന്ദുവിനും രണ്ടമ്മമാർക്കും കുഞ്ഞിനും വിവാഹത്തിനുള്ള ഇടാനുള്ള ഡ്രസ്സ് എടുത്തു. അതിൻ്റെ ബില്ല് പേ ചെയ്യാൻ അവൾ ആരെ അനുവദിച്ചില്ല. ഇതൊരു മകളുടെ അവകാശമാണ്. മുത്തശ്ശനും സത്യയ്ക്കും അച്ഛന്മാർക്കുമുള്ള ഡ്രസ്സും അനു സെലക്ട് ചെയ്തു. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. അതെന്താ സാരംഗ് ചേട്ടന് മാത്രം എടുക്കാത്തത്? നന്ദു അവളെ കളിയാക്കി. ഞങ്ങൾ കളിയാക്കുമെന്ന് കരുതിയാണെങ്കിൽ വേണ്ട, ഏട്ടനുള്ള ഇടാനുള്ള ഡ്രസ്സ് കൂടി എടുക്ക്. അങ്ങനെ സാരംഗിനുള്ള ഡ്രസ്സും അനു തന്നെ സെലക്ട് ചെയ്തു. ഓർഫനേജിലെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും അവിടെ നിന്ന് തന്നെ എടുത്തു. ഓർഫനേജിലെ കുട്ടികളെല്ലാം അനുവിന് വിവാഹത്തിന് ധരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്തു. എല്ലാവർക്കും ഏറെ നിറയെ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഹോസ്പിറ്റലിൽ കൂടെ ജോലി ചെയ്യുന്ന ചില ഡോക്ടർമാരെയും നഴ്സുമാരെയും മാത്രമേ വിളിച്ചുള്ളൂ. അവരൊക്കെ വന്ന് അനുവിനെ സന്തോഷത്തിൽ പങ്കുചേർന്നു. തലേ ദിവസത്തെ ഹൽദി ചടങ്ങ് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിവാഹ തലേന്ന് ഈശ്വരമംഗലത്ത് നിന്ന് എല്ലാവരും ഓർഫനേജിലെത്തി. അനുവിന് ഇടാനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ കൊണ്ടുകൊടുത്തു. ഫാദറിനെല്ലാം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. രമേശ മൃദുലയെയും കൊണ്ടെത്താൻ അല്പം വൈകി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു. സാരംഗിനെ കൂടെ കൂട്ടാത്തത് കൊണ്ട് വെരികിനെ പോലെ അവൻ നടപ്പുണ്ടായിരുന്നു. അനുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് നന്ദു വീഡിയോ കോൾ ചെയ്തപ്പോൾ സാരംഗിൻ്റെ ദേഷ്യം വന്നു. എൻ്റെ പൊന്നേട്ടാ, ഒരു ദിവസം കൂടി ക്ഷമിച്ചാൽ പോരെ? നാളെ നിങ്ങളുടെ വിവാഹമാണ്. അത് പറഞ്ഞപ്പോൾ സാരംഗിൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. രാവിലെ സാരംഗിനെ ഒരുക്കുന്നതിന് ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിരുന്നു. ആ ചെലവിൽ തന്നെ സത്യയും അച്ഛന്മാരും കൂടി ഒരുങ്ങി ഇറങ്ങി. അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ നന്ദുവിനെയും അമ്മമാരെ ഒരുക്കി ഇറക്കി. സാരംഗ് അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും അമ്മയ്ക്കും അമ്മായിക്കും ദക്ഷിണ കൊടുത്തു. അവരുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം സത്യയുടെയും നന്ദുവിൻ്റെയും അനുഗ്രഹം വാങ്ങി. പ്രായം കൊണ്ട് നീ എനിക്ക് ഇളയതാണ്, പക്ഷേ സ്ഥാനം കൊണ്ട് എൻ്റെ ഏട്ടത്തെയും. അതുകൊണ്ട് നിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാവണം. സാരംഗ് അത് പറയുമ്പോൾ നന്ദു അവൻ്റെ മാറിലേക്ക് വീണു. എന്നും എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. എൻ്റെ സങ്കടങ്ങളിൽ എന്നോട് ചേർന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഏട്ടൻ്റെ നല്ല മനസ്സിന് നല്ലതേ വരൂ. എല്ലാവരും ഓരോ വണ്ടിയിൽ കയറി പുറപ്പെട്ടു ഓഡിറ്റോറിയത്തിലേക്ക്. എൻ്റെ കൊച്ചേ, നീ ഇങ്ങനെ ഒരുങ്ങാതെ നിന്നാൽ ഇന്ന് മുഹൂർത്തം കഴിഞ്ഞാലും നമ്മളവിടെ എത്തില്ല. ശിവൻ്റെ ബഹളം കേട്ട് നീലു അവനെ നോക്കി. നേവി ബ്ലൂ ഫുൾ സ്ലീവ് ഷർട്ടും ക്രീം കളർ ജീനും, ജെല്ല് തേച്ച് മുടി ഭംഗിയായി ചീകി ഒതുക്കിയിട്ടുണ്ട്. നിങ്ങൾ ആണുങ്ങൾക്കൊരു പാൻറ്റും ഷർട്ടും എടുത്തിടുന്നത് പോലെയല്ല ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം. കണ്ടോ, ഈ സാരി എത്ര നേരമായി ഉടുക്കുന്നു, ശരിയാവുന്നില്ല. ഇതിൻ്റെ ഞൊറിയെങ്കിലും ഒന്ന് നേരെയാക്കി തരാൻ ശിവേട്ടന് വയ്യല്ലോ. എൻ്റെ പൊന്നു മോളെ, നിനക്ക് വല്ല ചുരിദാറും എടുത്തിട്ടാൽ പോരെ? അതാകുമ്പോൾ ഇതിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? അയ്യടാ, ഞാൻ അങ്ങനെ ഇപ്പോൾ ചുരിദാർ ഇടുന്നില്ല. സാരംഗിൻ്റെ വിവാഹത്തിന് നന്ദു ഉൾപ്പെടെ എല്ലാവരും സാരി തിളങ്ങും. അപ്പോൾ ഞാൻ ഒട്ടും പിന്നിലാവാൻ പാടില്ല. നീ ഒട്ടും പിന്നിലാവണ്ട. പതുക്കെ ഇവിടെ നിന്ന് ഉടുത്തിട്ട് വന്നാൽ മതി. ഞാൻ മോളെയും കൊണ്ട് പോകാം. നിനക്കാകുമ്പോൾ സദ്യസമയത്ത് അങ്ങ് എത്തിയാലും മതി. പക്ഷേ എനിക്ക് മിന്നുകെട്ട് കാണണം. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് സാവകാശ സാരിയെ കൊടുത്തിട്ട് വന്നാൽ മതി. അയ്യടാ, ഇങ്ങോട്ട് വന്നേ. എൻ്റെ സാരിയുടെ പ്ലേറ്റ് പിടിച്ച് നേരെയാക്കി തന്നിട്ട് പോയാൽ മതി. എടി, ഞാൻ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ? ഇനി ഞാൻ നിലത്ത് കുത്തിയിരുന്നാൽ എൻ്റെ ജീൻസ് ചീത്തയാകും. അതിനൊക്കെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് മോനെ. അവൾ വേഗം ബെഡിൻ്റെ മുകളിൽ കയറി നിന്നു. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ശിവനും ബെഡിൽ ചെന്നിരുന്നു. ഓരോ പ്ലേറ്റായി പിടിച്ചു കൊടുത്തു. ഒടുവിൽ വല്ല വിധേനയും നീലുവിനെ ഒരുക്കി ഇറക്കി. തലമുടി കെട്ടി മുല്ലപ്പൂവും ചൂടി നെറുകിൽ സിന്ദൂരവും ചൂടുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അറിയാതെ പുഞ്ചിരിച്ചു. എന്താണ് മോനെ ഒരു വശപ്പിശക് നോട്ടം? എങ്ങനെയുണ്ട്? സാരിയിൽ നീലു പൊളിച്ചില്ലേ? സൂപ്പർ. ഇതിപ്പോൾ പെണ്ണ് മാറിപ്പോകുമെന്നാണ് എൻ്റെ പേടി. ശരിക്കും അത്രയ്ക്ക് ഞാൻ സുന്ദരിയായോ ശിവേട്ടാ? ശിവേട്ടൻ്റെ അടുത്ത് വന്ന് ബട്ടൺ പിടിച്ച് കറക്കി കൊഞ്ചി പെണ്ണ്. വൺ സൈഡ് പ്ലേറ്റ് ഇട്ട് സാരി വിടർത്തിയിട്ട് സാരിയുടെ വിടവിലൂടെ കാണുന്ന അവളുടെ വയറിൽ ചേർത്ത് പിടിച്ച് പെണ്ണ് ശിവൻ്റെ മുഖത്തിനടുത്തേക്ക് ഉയർന്നു വന്നു. അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് വെച്ച് നഗ്നമായ വയറിലൂടെ വിരലോടിച്ചു പൊക്കിൾച്ചുടിയിൽ വിരലാഴ്ത്തി. ഇടുപ്പിലൊന്ന് നുള്ളി. മര്യാദയ്ക്ക് ഇവിടെയൊക്കെ മറച്ചു വെച്ചു കൊള്ളണം. ഞാൻ പൈസ കൊടുത്ത് ബുക്ക് വാങ്ങി നാട്ടുകാർക്ക് വായിക്കാനല്ല. കേട്ടോടി ഉണ്ടക്കണ്ണി. ദുഷ്ടൻ. എൻ്റെ വയർ പിച്ചിയെടുത്തു. അവന് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് നീലു സാരി നേരെയാക്കി. എല്ലാവരും ഒരുങ്ങി കൃത്യസമയത്ത് തന്നെ ഓഡിറ്റോറിയത്തിലെത്തി. ചെറുക്കനെയും കൂട്ടരെയും ഫാദർ കുഞ്ഞുമക്കളെയും കൊണ്ട് സ്വീകരിച്ചു.
എല്ലാവരും പുത്തനുടുപ്പിൽ തിളങ്ങി. അവരുടെയൊക്കെ ഡോക്ടർ ചേച്ചിയുടെ കല്യാണം അല്ലേ. അടുത്ത കുറച്ച് ബന്ധുക്കളെ മാത്രമേ വിളിച്ചുള്ളൂ. നീലു, ശിവയും കുഞ്ഞും വന്നതിൻ്റെ പിന്നാലെ രമേശനും മൃദുവും എത്തി. അവരെ കണ്ടപ്പോൾ എല്ലാവരും കളിയാക്കി. ഇനി അടുത്ത വിവാഹം അവരുടേതാണെന്ന് പറഞ്ഞു. മുഹൂർത്തമായപ്പോൾ പെണ്ണിനെ നന്ദുവും നീലുവും ചേർന്ന് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സർവാഭരണ വിഭൂഷിതയായി ഇറങ്ങി വന്ന പെണ്ണിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. സാരംഗിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണെന്ന് അനുവിന് തോന്നി. അത് ശരിവെക്കുന്നതായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം. ഫാദർ എടുത്തു കൊടുത്ത താലി വാങ്ങി സാരംഗ് അനുവിൻ്റെ കഴുത്തിൽ ചാർത്തി. ഇരുവരും പരസ്പരം വർണ്ണമാല്യം ചാർത്തി. സാരംഗ് കൊടുത്ത പുടവയും കവണിയും കയ്യിൽ വാങ്ങി അവൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഫാദർ ഇരുവരുടെയും കൈ ചേർത്ത് വെച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ കുഞ്ഞ്. ഇനി അവളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് അറിയാം. ആരുമില്ലാത്തവളാണ്. അതിനെ വിഷമിപ്പിക്കാനുള്ള ഇട വരുത്തരുത്, അത്ര മാത്രമേ ഉള്ളൂ. സാരംഗ് ഫാദറിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. വധൂവരന്മാർ മധുരം വെച്ച് മുണ്ടുനേരിയതും അണിഞ്ഞു. അവരെ ഡ്രസ്സ് മാറ്റി ഉടുപ്പിച്ചത് നന്ദുവും നീലുവും മൃദുവും കൂടി ചേർന്നായിരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഗൃഹപ്രവേശത്തിൻ്റെ സമയമായി. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ സാരി മാറ്റി ഉടുപ്പിച്ച് വേഗത്തിൽ ഓഡിറ്റോറിയത്തിൽ നിന്നിറക്കി ഫാദറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾ വെങ്ങി പൊട്ടുകയായിരുന്നു. അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെല്ലാവരും അവൾക്ക് ചുറ്റും കൂടി. അക്ഷരാർത്ഥത്തിൽ അനുവൻ കരയുകയായിരുന്നു. ആരോരുമില്ലാത്തടത്തു നിന്നും കൂട്ടായത് അവർ മാത്രമാണ്. ഫാദറിനെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ച് അനു കാറിൽ കയറി. ഈശ്വരമംഗലത്ത് ചെന്നിറങ്ങുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി. രണ്ടമ്മമാർക്കും നന്ദുവിനും ഓരോ വള കയ്യിൽ അണിയിച്ചു കൊടുത്തു അനു. നിലവിളക്കുമായി അവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിയതും പൂജാമുറിയിൽ കൊണ്ട് വിളക്ക് വെച്ച് സാരംഗും അനുവും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. രണ്ടുപേരും ഹാളിൽ കൊണ്ടിരുത്തിയ അമ്മമാർ രണ്ടുപേർക്കും അവരുടെ കയ്യിൽ അവൾ അണിയിച്ച വള തിരികെ ഊരി ഇട്ടുകൊടുത്തു. അനുവിൻ്റെ കയ്യിൽ തന്നെ ഇട്ടു. നന്ദുവും വളയടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മമാർ അവളെ തടഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ എന്തിനാ മോളെ ഈ വള തന്നത്? മോളുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ, അത് കാണാനാണ് ഭംഗി. ഞങ്ങളുടെ മോൾ ഇതൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മാത്രം മതി. അമ്മമാർ അനുവിനെ അനുഗ്രഹിച്ചു. നീലുവും നന്ദുവും കൂടി അനുവിനെ സാരംഗിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഫ്രഷ് ആവാൻ സഹായിച്ചു. വൈകുന്നേരം ചെറിയ തോതിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രമേശനും മൃദുവും അംഗങ്ങളായി ചുറ്റിത്തിരിഞ്ഞ് സല്ലപിക്കുന്നു. അളിയോ, അടുത്ത ഉടനെ തന്നെ ഇതിനെ രണ്ടിനെയും പിടിച്ച് കെട്ടിയില്ലെങ്കിൽ പേരുദോഷം കേൾപ്പിക്കും കേട്ടോ. ശിവ സത്യയെ വിളിച്ചു പറഞ്ഞു. എടാ മഹാഭാവികളെ, എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചു നേരം തനിയെ ഇരിക്കാനും നീയൊന്നും സമ്മതിക്കില്ല. എൻ്റെ ലൈന് ക്ലിയർ ആക്കാൻ പോയി അവൻ അവിടുത്തെ ഡോക്ടർ പെണ്ണിനെ കല്യാണവും കഴിച്ചു. എന്നിട്ട് ഞാനിപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും മൃദു രമേശനെ ഒന്ന് നുള്ളി അകത്തേക്ക് പോയി. എന്നെ കൂടി ഈ രമേശയുടെ നാണം കെടുത്തും. അതും കേട്ടുകൊണ്ടാണ് സത്യ അവരുടെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ അളിയ, നീ എന്തിനാ ചുമ്മാ സ്വർഗത്തിലെ അവരുടെ കട്ടറുമ്പാകാൻ പോകുന്നത്? സത്യ ശിവയുടെ അടുത്തെത്തി. ഒന്ന് പോയേടാ, ഈ കള്ളക്കാമുകം നന്നായി കട്ട് തിന്നുന്നുണ്ട്. അതിവൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ? രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് 6 മാസത്തിൽ കൂടുതലായി. സത്യം പറയളിയ, നീ കള്ളവടി വല്ലതും പൊട്ടിച്ചോ? എടാ മഹാഭാവി, ഇല്ലാത്തത് പറയാതെടാ. അത്യാവശ്യത്തില തൊട്ടാക്കല്ലാതെ ഞാൻ അത്രക്കാരനല്ല. എന്തായാലും എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമില്ല. കൊച്ചിൻ്റെ മുഖത്തും അല്പം തെളിച്ചമൊക്കെ ഉണ്ട്. നീ ഇല്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് തന്നെയാ വന്നത്. എടാ പട്ടി, നിന്നെ ഇന്ന് ഞാൻ ഒരു പ്ലാസ്റ്റിക് കസേരയും എടുത്തുകൊണ്ട് രമേശൻ ശിവനെ ഓടിച്ചു. സത്യ അതിന് പിന്നാലെ. സാരംഗ് ഇവന്മാർക്ക് ഇതെന്താ ഭ്രാന്തായോ എന്ന് മട്ടിൽ അന്തിച്ചങ്ങനെ നിന്നു. വൈകുന്നേരം റിസപ്ഷൻ ഗ്രാൻഡായി തന്നെയായിരുന്നു. അതിഥികൾ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും ഫാദറും ഓർഫനേജിലെ കുട്ടികളുമായിരുന്നു പ്രമുഖർ. അവരുടെ മുഖത്തെ സന്തോഷം തന്നെയായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. ആടിയും പാടിയും ഉത്സവ രാവ് പോലെയായി റിസപ്ഷൻ. രാത്രിയിൽ നീലുവും നന്ദുവും മൃദുലയും കൂടിയാണ് അനുവിനെ അണിയിച്ചൊരുക്കിയത്. ഇതിനിടയ്ക്ക് അവളുടെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് നീലുവും നന്ദുവും. അടുത്തിരിക്കുന്ന മൃദുവിനെയും ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് തട്ടുന്നുണ്ട്. അടുത്തത് നിങ്ങളാണെന്ന് പറഞ്ഞ്. ഒരു വിധത്തിൽ അനു പാലുമായി സാരംഗിൻ്റെ മുറിയിലെത്തി. വധുവിനെ റൂമിനകത്താക്കിയിട്ട് വരനെ കാണാനില്ല. സത്യയും ശിവയും രമേശനും കൂടി ഫസ്റ്റ് നൈറ്റിൻ്റെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രമേശൻ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞപ്പോൾ സാരംഗും സത്യയും ശിവനും വാ തുറന്ന പോലെ അവനെ നോക്കിയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അളിയ, ഇവൻ കള്ളവടി പൊട്ടിച്ച് കാണുമെന്ന്. അപ്പോൾ നിനക്ക് പരിഹാസമായിരുന്നു. ഇപ്പോൾ എന്തായി? ഇവനിതിൽ PhD എടുത്തിട്ടുണ്ട്. ശിവ പറയുമ്പോൾ, എടാ ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. പാവപ്പെട്ട രമേശൻ പറഞ്ഞൊഴിയാൻ നോക്കി. പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അപ്പോഴേക്കും നീലുവും നന്ദുവും മൃദുവും കൂടി അവിടേക്ക് വന്നു. നിങ്ങൾക്ക് 3 പേർക്കും വേറെ ഒരു പണിയുമില്ലേ? സാരംഗിനെയും കാത്ത് ആ കൊച്ച് എത്ര നേരമായി റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. നീലുവിനെ കണ്ടപ്പോൾ തന്നെ ശിവ മാളത്തിൽ കയറി. ഇത്രയും നേരം എന്തൊരു പ്രകടനമായിരുന്നു. ഇപ്പോൾ കെട്ടിയോളെ കണ്ടപ്പോൾ മാളത്തിൽ കയറി. രമേശൻ പറയുമ്പോൾ എല്ലാവരും ഉറക്കി ചിരിച്ചു. സാരംഗി ചെല്ലുമ്പോൾ അനു അവനെയും കാത്തിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാരംഗിൻ്റെ മുഖത്ത് അനുവിൻ്റെ സിന്ദൂരം വീണ് ചിതറിയിരുന്നു. അവളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നു. തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മിച്ചപ്പോൾ അനുവിന് നാണം തോന്നി. അവൻ്റെ പ്രണയച്ചൂടിൽ അവൾ ഒരിക്കൽ കൂടി അവനായി ഒരു വസന്തം കൂടി ഒരുക്കാൻ തയ്യാറായി. അവസാനിച്ചു.
വീണ്ടും ഒരു വസന്തം കൂടി ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. ഈ കഥയിൽ എന്നോടൊപ്പം വന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരും. ഈ കഥയ്ക്ക് തന്ന അതേ പ്രോത്സാഹനം ഇനിയുള്ള എൻ്റെ കഥകൾക്കും തരണമെന്ന് ആഗ്രഹത്തോടെ നിർത്തുന്നു. രുദ്ര